40-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പകലിൽ വായിച്ചു കേട്ടത്. മശിഹൈക സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിലെ മഹത്തരമായ ഒരു സങ്കീർത്തനമാണ്. അതിലെ വാക്യങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. യേശു കർത്താവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീതമായ പ്രവചന സൂക്തമായി തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം എന്നുള്ളത് വളരെ വലിയ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. പാപപരിഹാരത്തിനായിട്ടും ദൈവപ്രസാരത്തിനായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിനുമായി പാപം ചെയ്ത് ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിന് വെളിയിലാക്കുമ്പോൾ തന്നെ പിതാവായ ദൈവം ഒരു വാഗ്ദാനം അവർക്ക് നൽകിയിരുന്നു. സ്ത്രീയുടെ സന്തതി വരും, അവൻ സർപ്പത്തിൻ്റെ തല എന്ത് ചെയ്യും? തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ തോട്ടത്തിൽ നിന്ന് വളരെ കൃത്യതയോടുകൂടി, ഒരർത്ഥത്തിൽ യാതൊരുവിധ സങ്കടങ്ങളോ ഒരു മനസാക്ഷി ഇല്ലാതെ എന്ന് നമുക്ക് തോന്നത്തക്ക നിലയിൽ പാപം ചെയ്ത ആദമിനെയും ഹവ്വയെയും നിഷ്കരുണം തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഇറക്കി വിടുമ്പോൾ തന്നെ അവരെ ആ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നൽകപ്പെടാൻ പോകുന്ന അയക്കപ്പെടാൻ പോകുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള മഹത്തരമായിട്ടുള്ള ഒരു വാഗ്ദത്തം പിതാവ് അവർക്ക് നൽകിയിട്ടാണ് അവരെ ഇറക്കി വിടുന്നത്. ഗലാത്യലേഖനം 4:4 വരുമ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ഭൂമിയിലോട്ട് അയച്ചു എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തം മാനവകുലത്തോട് ബന്ധപ്പെട്ട് ദൈവം കൃത്യമായിട്ട് എന്ത് ചെയ്തു? നിവർത്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കണം. ആ ദൈവമനുഷ്യൻ ആ വാക്ക് അപ്പടി വിശ്വസിച്ച് അതുപോലെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി മകനുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും മകനെ ഹോമയാഗം കഴിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ഒരരുളപ്പാട് മോറിയാക്കുന്നിൽ മുഴങ്ങിയില്ലായിരുന്നുവെങ്കിൽ ആ പിതാവിൻ്റെ കരങ്ങൾ കൊണ്ട് പുത്രൻ അവിടെ ഹോമയാഗമാക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിനറിയാം ആ കൃത്യം അബ്രഹാം അണുവിട വ്യതിചലിക്കാതെ പാലിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു യാഗം നടന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യാഗം നടന്നതായിട്ട് തന്നെയാണ് കാണാനായിട്ട് പറ്റുക. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് പകരം അവിടെ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്ന ഒരു കോലാട്ടുകൊറ്റനെ യാഗമാക്കി എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. പക്ഷേ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം എഴുതി വരുമ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇസഹാക്കിനെ യാഗമർപ്പിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നപോലെ അവനെ എന്ത് ചെയ്തു? തിരികെ പ്രാപിച്ചു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു യാഗം നടന്നില്ല എന്ന് നമുക്ക് ഉപാധി പറയാമെങ്കിലും ദൈവത്തിൻ്റെ കരം ഇടയ്ക്ക് വീണില്ലായിരുന്നെങ്കിൽ ഇസഹാക്ക് അവിടെ ചാമ്പലായനെ. അത് ദൈവത്തിനും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ദൈവം പറഞ്ഞു, അവൻ ആ യാഗം അർപ്പിച്ചതായിട്ട് തന്നെ എന്ത് ചെയ്തു? അംഗീകരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ആ ഭാഗം പറഞ്ഞത്? അബ്രഹാം തൻ്റെ ഏകജാതനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഹോമയാഗം അർപ്പിക്കുവാൻ യാതൊരു മനസ്സുകേടും കാണിച്ചില്ല. അവിടെ ഒരു പിതാവ് തൻ്റെ മകനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരുക്കപ്പെടുമ്പോൾ ശ്രദ്ധിച്ചേ, അത് മറ്റൊരു കാര്യത്തിൻ്റെ നിഴലായിരുന്നു. മാനവകുലത്തിന് മുഴുവന് വേണ്ടി തൻ്റെ ഏകജാതന നിഷ്കരുണം കാൽവറിക്കുലക്കളത്തിൽ തകർത്തു കളയുവാൻ ഇഷ്ടം തോന്നിയ ഒരു പിതാവിനെ ഉൽപ്പത്തി പുസ്തകം 22-ൽ കൂടി നമുക്ക് നോക്കിക്കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചേ, ഇസഹാക്ക് അവിടെ നിന്ന് വിടുവിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പിതാവ് തൻ്റെ പുത്രനെ കാൽവറിയിൽ വിട്ടുകളഞ്ഞു. അതുകൊണ്ടല്ലേ പുത്രൻ തമ്പുരാൻ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അടിച്ചു മുറിവേൽപ്പിക്കാൻ, കൈകാലുകളിൽ ആണിയടിക്കപ്പെടുവാൻ, ശിരസിൽ മുൾമുടി അടിച്ചിറക്കുവാൻ, പുറമുഴവുചാലുകൾ പോലെ കീറുവാൻ, ഇതൊക്കെ റോമൻ പടയാളികൾ യേശുവിൻ്റെ തിരുശരീരത്തിൽ
തല്ലിക്കീറി മുറിപ്പാടുകൾ ഉണ്ടാക്കുമ്പോൾ അതൊന്നും കണ്ടിട്ട് നടപടിയെടുക്കാത്ത ഒരു പിതാവിന് പുത്രനോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടല്ല, പ്രത്യുത നമ്മോട് ഇഷ്ട കൂടുതലുള്ളത് കൊണ്ടാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി വിട്ടുതന്നവൻ, ഏൽപ്പിച്ചു കൊടുത്തവൻ, അവനോടുകൂടി ഇതൊക്കെയും നൽകാതിരിക്കുമോ? കാൽവരി കുലക്കളത്തിൽ തകർക്കപ്പെട്ട പുത്രനെ കാണുമ്പോൾ ഇന്ന് പകൽ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം. പുത്രനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല മുഖം മറച്ചത്, നമുക്ക് നേരെ മുഖം തുറക്കാൻ, നമ്മെ സ്നേഹിച്ചതിന്റെ ആഴം അവിടെ വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടിയാണ് തന്റെ പുത്രനെ പിതാവാം ദൈവം അവിടെ കൈവിട്ട് കളഞ്ഞത്. അപ്പോ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒത്തിരിയേറെ നിഴൽചിത്രങ്ങൾ നമുക്ക് തിരുവചനത്തിന്റെ താളുകളിൽ കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ഈ വേദഭാഗത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിച്ച് കർത്താവിൻ്റെ മേശ അനുഷ്ഠിക്കുവാൻ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ സമർപ്പിക്കാം. മാസത്തിലൊന്ന് നമുക്കിങ്ങനെ കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനം, കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഒരുക്കത്തോടെ ഇന്ന് പകലിൽ നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാം. അന്യചിന്തകളോടെ അല്ല, ഏകാഗ്ര ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാം. പിതാവ് നമ്മെ സ്നേഹിച്ചിട്ടാണ് പുത്രനെ ദാനമായി തന്നത്. പുത്രൻ നമ്മെ സ്നേഹിച്ചിട്ടാണ് തന്നെത്താൻ യാഗവും വഴിപാടും ആക്കിയത്. ഈ പുത്രനെ മരിച്ച് അടക്കി, കല്ലറയ്ക്കകത്ത് അടക്കി. പക്ഷേ മൂന്നാം ദിവസം പുത്രനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവിന് നമ്മളോടുള്ള സ്നേഹം നിമിത്തമാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ താഴേക്കുള്ള വേദഭാഗം വായിക്കുമ്പോൾ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് എവിടെ ഇരുത്തി? പിതാവിൻ്റെ വലത്തുഭാഗത്ത് സകലത്തിനും മീതെ അധികാരം കൊടുത്ത് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് അവനെ എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ ആ കൃത്യം അവിടെ നിവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സംശയലേശം എന്നെ ഇവിടെ പറയാം. പിതാവിനെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ വിട്ടുകളഞ്ഞതിൽ കൂടി നമ്മെ പിതാവ് സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാം. 2, പുത്രൻ നമ്മെ സ്നേഹിച്ചു. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതാണ്. നമ്മെ യേശു കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാണ് താൻ നമുക്ക് വേണ്ടി എന്തായി തീർന്നു? തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ട് ദൈവത്തിന് വഴിപാടും യാഗമായിട്ട് താൻ സ്വയം ഏൽപ്പിച്ചത് പുത്രന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. പുത്രനെ ഉയർപ്പിച്ചത്, കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായി ഉയർപ്പിച്ച ക്രിസ്തുവിനെ നമുക്കായി പ്രദാനം ചെയ്തു. ദൈവസ്നേഹം ഇന്ന് പകലിൽ അനുഭവിക്കുന്ന എല്ലാവരും സന്തോഷത്തോടുകൂടി ഒരിക്കൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് ഈ വേദഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യം കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിച്ച വിഷയം നിങ്ങളിൽ എല്ലാവരും ഓർക്കുന്നുണ്ടാവുകയില്ല, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവാം എന്ന് കരുതുന്നു. യേശു കർത്താവിൻ്റെ സഹനങ്ങളോട് ബന്ധപ്പെട്ട് അതിപ്രധാനമായ 3 സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുണ്ട്. അതെ, എല്ലാ ആരാധനയിലും കർത്താവിനെയും കർത്താവിൻ്റെ ക്രൂശിനെയും കർത്താവ് സാധിപ്പിച്ച വീണ്ടെടുപ്പിൻ്റെ വേലയും ഒക്കെ ധ്യാനിക്കുന്നത് നമുക്ക് സന്തോഷമാണ്, നമുക്ക് അഭിമാനമാണ്. നമ്മുടെ നടുവിൽ ഉയർത്തപ്പെടേണ്ടത് മറ്റാരേക്കാളും നമ്മുടെ കർത്താവിൻ്റെ നാമമാണ്. എല്ലാ നാമത്തിനും മേലായ ആ നാമത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവസഭ എന്നുള്ള നിലയിൽ, വ്യക്തികൾ എന്നുള്ള നിലയിൽ കർത്താവ് നമുക്ക് തന്ന പദവി ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഗദസമന, ഗബദ, ഗോൽഗോദ, അതിലെ 2 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് പകലിൽ ഗോൽഗോദ എന്ന ആ സ്ഥലത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവിന് സാധ്യമായ വസ്തുത കർത്തൃമേശയുടെ അനുഷ്ഠാനത്തോട് ബന്ധപ്പെട്ട് വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ 3 സ്ഥലങ്ങളെയും ഓർത്തിരിക്കുവാൻ ഓരോ പദങ്ങൾ, വ്യത്യസ്തങ്ങളായ പദങ്ങൾ വ്യത്യസ്ത സമയത്ത് ഓർക്കുന്നത് നമുക്കത് ഏറ്റവും ഹൃദയമാണ്. ഗദസമനയിൽ നമ്മുടെ കർത്താവ് പിടിക്കപ്പെട്ടു, ഗബദയിൽ നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടു, ഗോൽഗോദയിൽ നമ്മുടെ കർത്താവ് തറയ്ക്കപ്പെട്ടു. കണ്ടോ, ഓർത്തിരിക്കാൻ എത്ര എളുപ്പമാണ്. ഗദസമനയിൽ യേശു പിടിക്കപ്പെട്ടു, ഗബദയിൽ യേശു തകർക്കപ്പെട്ടു,
ഗോൽഗോഥയിൽ യേശു തറയ്ക്കപ്പെട്ടു. കൈകാലുകളിൽ ആണി അടിക്കപ്പെട്ടവനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ കുരിശിൽ യേശു കർത്താവിനെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു. അതൊരു വസ്തുതയായി നിൽക്കുമ്പോൾ ഈ 3 സ്ഥലങ്ങളെ വീണ്ടും ഓർക്കുവാൻ 3 പദങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ. ഗെത്സമനയിലെ നമ്മുടെ കർത്താവിൻ്റെ വേദന, ഗബദയിലെ നമ്മുടെ കർത്താവിൻ്റെ യാതന, ഗോൽഗോഥയിൽ നമ്മുടെ കർത്താവിൻ്റെ സഹനം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിൽ കോറിയിടാൻ പദങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അത് കുറച്ചുകൂടി ഹൃദ്യമാകും. ഒന്നുകൂടി പറയട്ടെ, ഗെത്സമനയിലെ കർത്താവിൻ്റെ വേദന, ഗബദയിലെ കർത്താവിൻ്റെ യാതന, ഗോൽഗോഥയിലെ നമ്മുടെ കർത്താവിൻ്റെ സഹനം, ഇതെല്ലാം കൃത്യമായി കാണാം. യേശു കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ ഉള്ളം എന്ത് ചെയ്തിരിക്കുന്നു? മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. സ്വന്തം ശിഷ്യഗണത്തിന്റെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചവൻ തന്നെ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞപ്പോൾ ഈ ഒറ്റിക്കൊടുക്കലിന്റെ ഭാഗമായിട്ട് താൻ ഈ പാനപാത്രം മട്ടോളം വലിച്ചു കുടിക്കേണ്ടി വരും. തൻ്റെ സ്വത്വം തന്നെ, ശരീര വ്യവസ്ഥിതിയുടെ മുഴുവൻ മേഖലകളെയും ആപാദചൂടം ഈ മാനവകുലം തല്ലിച്ചതയ്ക്കും. ഒരു വേള ഗോൽഗോഥയിൽ എത്തുന്നതിന് മുൻപേ മരണം സംഭവിക്കുമോ എന്ന് മനുഷ്യത്വത്തിലുള്ള ചിന്ത കൊണ്ട് ഗെത്സമനയിൽ യേശു വേദനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. ദൈവമേൽപ്പിച്ച ചില ദൗത്യങ്ങളുടെ പാതയിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അവിടം വരെ അത് തികയ്ക്കാൻ നമുക്ക് ശാരീരികമായോ മാനസികമായോ ശക്തി കാണുമോ? അതെന്നെ കൊണ്ട് കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവമിട്ട ഒരു ദൗത്യം നിങ്ങളെ കൊണ്ട് തികവിലെത്തിക്കുന്നത് വരെ പാതി വഴിയിൽ നിങ്ങളെ ഉടച്ചു കളയാൻ, വാഗ്ദത്തങ്ങളെ തട്ടിത്തൂവാൻ, നിന്നെ ശാരീരിക മണ്ഡലത്തിലോ മാനസിക തലത്തിലോ ആപാദചൂടം ഉടച്ചു കളഞ്ഞ് സാത്താൻ കൊടിയെ ഉയർത്തുവാൻ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ ഗെത്സമനയിലെ മണ്ണിൽ ഒടുങ്ങാൻ പുത്രൻ തമ്പുരാനെ അനുവദിക്കാത്ത പിതാവ് ഇന്ന് പകൽ നമുക്കും സഹായമായിട്ടുണ്ട്. വാഗ്ദത്തമുള്ളവരൊക്കെ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. തികവിലെത്തും നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, പൂർത്തീകരണത്തിൽ വരുത്തും നമ്മളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ. നാം ചെയ്യേണ്ടതൊന്നും വേറെ ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല. വിശ്വസ്തയോടെ ആ കണ്ണുകളിലോട്ട് നോക്കിയാൽ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിവർത്തീകരണത്തിൽ വരും. നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അതിന് പ്രാപിക്കാൻ ദൈവം ഇടവരുത്തും. നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവം നിന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. സെരുബ്ബാബേലിന്റെ കൈയാണ് ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടതെങ്കിൽ ആണിക്കല്ല് കയറ്റുന്നതും അവന്റെ കരം കൊണ്ട് തന്നെയായിരിക്കും. ഇന്ന് പകൽ ഈ സഭാരാധനയിൽ സംബന്ധിക്കുന്ന ഉള്ളുടഞ്ഞ ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, വാഗ്ദത്തങ്ങളൊക്കെ അങ്ങനെ എവിടെയോ തളം കെട്ടിക്കിടക്കുകയാ. കാലമേറെയായിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് കണ്ണുനീര് ചില മേഖലകളുടെ മേൽ വിഷയങ്ങളെ പൊതിഞ്ഞു വീണിട്ടും ഇന്നും ചില നിവർത്തീകരണത്തിലെത്താതെ എവിടെയോ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ തൊട്ടുകൊണ്ട് പറയുന്നു, ദൈവമാണ് ദൂത് തന്നതെങ്കിൽ, നിന്റെ കണ്ണുനീര് കൊണ്ടാ നീ ആ വിഷയത്തെ നനച്ചതെങ്കിൽ അതൊരു തികവിൽ വരാതെ പോകത്തില്ല, അതൊരു പൂർത്തീകരണത്തിൽ വരാതെ പോകത്തില്ല. ഗെത്സമനയിൽ തീരാൻ, ഗബദയിൽ അസ്തമിക്കാൻ പുത്രനെ അനുവദിക്കാത്ത പിതാവ് ഇന്ന് പകൽ നമ്മോട് പറയുന്നു, പറഞ്ഞതെല്ലാം നിവർത്തിക്കുന്ന ദൈവം, പറഞ്ഞതെല്ലാം നടപ്പിൽ വരുത്തുന്ന ദൈവം, പറഞ്ഞതെല്ലാം തികവിലെത്തിക്കുന്ന ദൈവം, അവൻ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. കരം തട്ടി കർത്താവിന് ഇന്ന് പകലിൽ നന്ദി പറഞ്ഞാട്ടെ. വാഗ്ദത്തം പറയുന്നവൻ മാത്രമല്ല നമ്മുടെ കർത്താവ്, അവൻ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നതിൽ വിശ്വസ്തനാണ്. ഈ പകൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിന്റെ ആലോചനകളെ. അപ്പം വേദന അനുഭവിച്ച സ്ഥലമാണ് ഗെത്സമന. ഗബദ എന്നുള്ളത് യേശു കർത്താവ് യാതന അനുഭവിച്ച സ്ഥലമാണ്. 2 കൈകളും പിറകോട്ട് വലിച്ചു കെട്ടി കുനിച്ചു നിർത്തി ഗബദയിൽ 2 ഭാഗത്ത് നിൽക്കുന്ന പടയാളികൾ ഒന്ന് മാറി ആ പുറത്തോട്ട് ചാട്ടവാറുകൾ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ കെട്ടപ്പെട്ട കൈ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും?
ആ യാതന മുഴുവൻ നമ്മുടെ കർത്താവ് അനുഭവിച്ചു. എന്തിനു വേണ്ടി? താൻ ചെയ്ത ഏതെങ്കിലും തെറ്റിനു വേണ്ടിയല്ല. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. നാം സഹിക്കേണ്ട മുഴുവൻ യാതനകളും ഗബതയുടെ കൽക്കളത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചു. എന്തൊക്കെയോ വിഷയത്തിനകത്ത് നമ്മളെ പിടിച്ചിട്ട് നാം ചെയ്ത കുറ്റം വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ മനസ്സിനെ തകർക്കാൻ പൈശാചിക വ്യാപാരങ്ങൾ നമുക്കെതിരെ പലതും പലതും സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ, ഇന്ന് പകൽ നീ കടന്നു പോകേണ്ട മുഴുവൻ യാതനകളും എൻ്റെ കർത്താവ് നിനക്ക് പകരമായിട്ട് ഏറ്റെടുക്കുകയാണ്. മതവും മാർഗവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാണ്. നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നേ, 26-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കൊള്ളുക. ഈ വേദഭാഗം തന്നെ പലയിടത്ത് നിങ്ങൾ ഇതിൻ്റെ പുറകിലോട്ടുള്ള അധ്യായങ്ങൾ പലതും വായിച്ച് നോക്കണം. അവിടെയൊക്കെ ക്രിസ്ത്യാനിത്വത്തെ പൗലോസ് പറയുന്നത് മാർഗമായിട്ടാണ്, മതമായിട്ടല്ല. യഹൂദ മതമാണ്, ക്രിസ്തു മതമല്ല, അത് മാർഗമാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിതാവിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള വഴി ഏതാണെന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഞാനാ വഴി, എന്നിൽ കൂടിയേ നിങ്ങൾക്ക് എവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം സ്വർഗത്തിലെത്താൻ, പിതാവിൻ്റെ അടുക്കലെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന വഴി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ മതവും മാർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പാപപരിഹാരത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നേർച്ചയിടണം, പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടനം ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം. ഇതാണ് മാർഗം. മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്യണം 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 ചെയ്യണം. പാപശാന്തിക്കായി, മോക്ഷത്തിനായി, ദൈവപ്രസാദത്തിനായി ഇന്നും എത്രയോ കാര്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചെയ്യണം ചെയ്യണം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്നത് കാഴ്ചവെക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് എന്തുണ്ടാവുകയുള്ളൂ? പാപപരിഹാരം ഉണ്ടാവുകയുള്ളൂ, ദൈവപ്രസാദം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ മതം അത് പറയുമ്പോൾ മാർഗം എന്താ പറയുന്നത്? ചെയ്യണമെന്നല്ല, എല്ലാം ചെയ്തു തീർത്തു. ഇനി പാപപരിഹാരത്തിന് വേണ്ടി നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട. ചെയ്തവന്റെ പരമയാഗത്തിൽ വിശ്വസിച്ചിട്ട് അതങ്ങ് ഏറ്റെടുത്താൽ മതി. വിശ്വാസത്താൽ പാപപരിഹാരത്തിനായി, ദൈവപ്രസാദത്തിനായി ഇനിയൊന്നും ചെയ്യാൻ നമുക്കില്ല. എല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് മുൻപേ എന്ത് ചെയ്തു തീർത്തു. മതത്തിന്റെ മറ്റൊരു പ്രത്യേകത, മതത്തിൽ മനുഷ്യൻ ദൈവത്തെ തേടി അങ്ങോട്ട് ചെല്ലുകയാണ്. പിടികിട്ടുന്നുണ്ടോ? ദൈവം ഇരിക്കുന്നിടത്തോട്ട് ദൈവത്തെ തേടി മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുകയാണ്. മാർഗത്തിനകത്ത് മനുഷ്യനെ തേടി ദൈവം ഇങ്ങോട്ട് വരികയാണ്. നമ്മളാരും അങ്ങോട്ട് തേടി ചെന്ന് കണ്ടുപിടിച്ചതല്ല യേശുവിനെ. നാം ആയിരുന്ന പാപച്ചേറ്റിൽ നമ്മെ തേടി നമ്മുടെ കർത്താവ് ഇങ്ങോട്ട് വന്നു. ആരെനിക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിന്റെ മുൻപിൽ ഞാൻ പോകാമെന്ന സമർപ്പിതനായി പിതാവിന്റെ സവിധത്തിൽ നിന്നും ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി മനുഷ്യരുടെ അടുക്കലോട്ട് അവതരിച്ചു. അപ്പം മതത്തിൽ മനുഷ്യൻ ദൈവത്തെ തേടി അങ്ങോട്ട് ചെല്ലുന്നു, മാർഗത്തിൽ മനുഷ്യനെ തേടി ഇങ്ങോട്ട് വരുന്നു. ഏദൻ തോട്ടത്തിലുമല്ല, വെയിലാറുന്ന സന്ദർഭങ്ങളിലും മനുഷ്യരോടുകൂടി നടക്കേണ്ടതിന് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു, അവരുടെ കരം പിടിച്ചു നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇനി ഒത്തിരി സാമ്യങ്ങളുണ്ട്, നമ്മൾ ആ ഭാഗത്തോട്ട് തിരിയുന്നില്ല, എപ്പോഴെങ്കിലും ആ ഭാഗം പറയാം. അപ്പൊ ഗെത്സമനയിൽ യേശു അനുഭവിച്ച വേദന, ഗബതയിൽ യേശു അനുഭവിച്ച യാതന. ഇനി അടുത്തതാണ് ഗോൽഗോഥ. ഗോൽഗോഥയിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? സഹിച്ചു. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ ക്രൂശിനെ എന്ത് ചെയ്തു? സഹിച്ചു. ക്രൂശിനെ സഹിച്ചു. എബ്രായർ 12, 2, 3 ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ആ വാക്യങ്ങൾ പല ആവർത്തി വായിച്ചിട്ടുണ്ട്, അല്ലേ?
മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഗോൽഗോഥയിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ കുറേ കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഈ പകലിൽ 2, 3, 4, 5 കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞ് ഗോൽഗോഥയോട് ബന്ധപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗബദ മുതൽ ഗോൽഗോഥ വരെ ഏകദേശം 2.5 മൈൽ ദൂരം ഉണ്ട് എന്ന് ചരിത്രം പറയുന്നു. പോയിട്ടുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കണം. നിശ്ചയമായിട്ടും നമുക്കതിനുള്ള അവസരവും പണവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവിൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ കൂടിയൊക്കെ നടക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നെങ്കിൽ അത് നല്ലത്. പിന്നെ പൈസ ഇല്ലെങ്കിൽ സ്തോത്രം പറയുക, കർത്താവ് നമ്മളെ എന്നേലുമൊക്കെ എന്ത് ചെയ്യും, നടത്തും. പോകാത്തവർക്ക് പോകാൻ ദൈവം അവസരം ഉണ്ടാകട്ടെ. ഇതൊക്കെ ഒരു സെൻറ്റിമെൻ്റൽ ഏരിയയാണ്. ശ്രദ്ധിച്ച് നോക്കി, അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയാൽ പോയി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നിശ്ചയമായിട്ടും. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിനകത്തെ കാര്യം. ഇപ്പം അവിടെ പോയില്ലെങ്കിലും നമ്മൾ എവിടെ പോകണം? നമ്മൾ സ്വർഗത്തിൽ പോകണം. എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ അത് ഒരു പ്രത്യേക അനുഭവമാണ്. കർത്താവ് നമുക്ക് അതിനുള്ള അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഗബദ മുതൽ ഗോൽഗോഥ വരെ ഏകദേശം 2.5 മൈൽ ദൂരമുണ്ട്. പച്ച പൈൻമര കുരിശ് വഹിച്ചുകൊണ്ട് വീണും എഴുന്നേറ്റും കടന്നുപോയ പാതകളെ മുഴുവൻ രക്താഭമാക്കിക്കൊണ്ട് ഇടവേളകളിൽ വീണുപോയപ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോനെ, കുറേനക്കാരനായ ശീമോനെ ക്രൂശ് ചുമപ്പാൻ പടയാളികൾ നിർബന്ധിച്ചു. ഭാരമേറിയ കുരിശ് ശീമോൻ ഏറ്റെടുത്ത് യേശുവിന് പകരമായി അതിനെ ഗോൽഗോഥയിൽ എത്തിച്ചു. ആ കുരിശ് അവിടെ നിലത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് യേശുവിനെ കിടത്തി കൈകാലുകളിൽ ആണി അടിച്ച അനന്തരം ആഴമുള്ള കുഴിയിലേക്ക് ആ കുരിശ് നാട്ടി ഉറപ്പിക്കേണ്ടതിനായി ആണി അടിച്ച യേശുവിൻ്റെ ശരീരം ഉൾപ്പെടെ കുഴിയിലോട്ടെടുത്തിടുമ്പോൾ ആ ശരീരം ഉലഞ്ഞു. 3 ആണിമേൽ മാത്രം കിടക്കുന്ന ആ ശരീരം അവിടെ ഉലഞ്ഞപ്പോൾ അനുഭവിക്കേണ്ടി വന്ന വേദന, നമ്മുടെ കയ്യിൽ ഒരു സെറ്റീപ്പൻ കൊണ്ടാൽ ഉണ്ടാകുന്ന വേദന നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ ആണി അടിക്കുമ്പോൾ കൈപ്പത്തിയിലല്ല ആണി അടിക്കുന്നത്. കൈപ്പത്തിയിലാണെങ്കിൽ ഈ ഭാരം മുഴുവനും കൂടി വരുമ്പോഴത്തേനും കൈപ്പത്തി പറഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ആണി അടിക്കുന്നത്. നാഡീഞരമ്പുകളുടെ ഒക്കെ സംഗമസ്ഥാനത്ത് ശ്രദ്ധിച്ചു നോക്കിക്കേ, ആണി അടിച്ച് ഇറക്കി ആ കുരിശ് കുഴിയിലോട്ട് എടുത്ത് ഇടുമ്പോൾ ആപാദചൂടം ഉലഞ്ഞ് ഗോൽഗോഥയിൽ വഴിയാത്രക്കാർക്ക് ആർക്കും കാണത്തക്ക നിലയിൽ പരസ്യമായി നമ്മുടെ കർത്താവിനെ നാട്ടി നിർത്തിയിരിക്കുന്ന ചിത്രം ഇന്നു പകൽ ഈ കർത്തൃമേശയുടെ ആചരണത്തിന് മുൻപായി ഞാനിവിടെ പറയുമ്പോൾ എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. എനിക്ക് ഒത്തിരി പറഞ്ഞു ഫലിപ്പിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ വാക്കിൻ്റെ പരിമിതികൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ആ കുറവിനെ തീർക്കട്ടെ. ഈ പകലിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഗോൽഗോഥയിൽ നാട്ടപ്പെട്ട യേശുവിൻ്റെ കുരിശിനെ, ആ കുരിശിൽ കിടക്കുന്ന നസ്രായനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിനായി നമുക്കിന്ന് പകലിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഗബദയിൽ വെച്ച്, ഗോൽഗോഥയിൽ വെച്ച് യേശുവിന് സംഭവിച്ച ചില കാര്യങ്ങൾ വായിച്ചു കേൾക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെ താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായി. നിങ്ങൾ ആ ഭാഗത്ത് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു പ്രധാനമായിട്ടുള്ള വസ്തുത അതിന് മുന്നോടിയായി കാണുവാനായിട്ട് പറ്റുന്നുണ്ട്. അതെ, 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ചു ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ടു നിന്നു. ശ്രദ്ധിച്ചേ, 34-ാമത്തെ വാക്യത്തിൽ ഗോൽഗോഥയിൽ സംഭവിച്ച കാര്യം എന്താ? നമ്മുടെ കർത്താവിനെ വസ്ത്രാശേപിതനാക്കിയ സ്ഥലമാണ് ഗോൽഗോഥ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ കർത്താവിനെ, യേശുവിനെ വസ്ത്രാശേപിതനാക്കിയ സ്ഥലമാണ് ഗോൽഗോഥ. പ്രിയപ്പെട്ടവരെ,
നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉരിഞ്ഞു മാറ്റുക എന്നുള്ളതിൽ പരം നാണക്കേട് വേറെ എന്താണ് ഉള്ളത്? ഒരിക്കലൊരു സന്ധ്യ സംഭാഷണത്തിന് വേണ്ടിയാണ്, നമുക്കറിയാം, ഞാൻ ആ ഭാഗം ഇപ്പോൾ ഓർത്തത് കൊണ്ട് പെട്ടെന്ന് പറയുകയാണ്. ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് പരസ്യമായി വായിക്കാം. ദാവീദ് ഒരിക്കൽ ഒരു രാജാവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? തൻ്റെ ആളുകളെ സഹായത്തിന് വേണ്ടി വിട്ടു. അവിടെ ചെന്ന് അവരെ ആ മനുഷ്യൻ പിടിച്ചിട്ട് ചെയ്തത് അവരുടെ താടി വടിച്ച് അവരുടെ വസ്ത്രം പുറകുവശം കീറി അവരെ ആക്ഷേപിച്ചു. കണ്ടോ, ഇവിടെ യേശു കർത്താവിനെ, അപ്പൊ ദാവീദ് അവിടെ ഒരു നടപടി എടുക്കുന്നുണ്ട് അവനെതിരെ. ഈ തൻ്റെ ദാസന്മാരെ വസ്ത്രം കീറി താടി ചിരപ്പിച്ചവനെ വെറുതെ വിടാതിരിക്കാൻ ഒരു ആക്ഷൻ പഴയ നിയമത്തിലെ ഒരു രാജാവ് എടുക്കുകയാണ്. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ ക്രൂശിലോട്ടൊന്ന് നോക്കിക്കേ. വസ്ത്രം കീറിയെന്നല്ല, വസ്ത്രം മാറ്റി അല്പവസ്ത്രധാരിയായി നമ്മുടെ കർത്താവിനെ ക്രൂശിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം, അർദ്ധനഗ്നനായി നമ്മുടെ കർത്താവ് ഗോൽഗോഥയിൽ ആ ക്രൂശിൽ തൂങ്ങി നിൽക്കുമ്പോൾ എന്തോരം ആക്ഷേപിക്കപ്പെടുന്നു. അടിയുടെ മുറിവിനേക്കാൾ, പുറമുഴവുചാലുകൾ പോലെ കീറിയതിൻ്റെ മുറിവിനേക്കാൾ ഒരു വ്യക്തിത്വത്തെ ആക്ഷേപിക്കാൻ ഉടുതുണി ഉരിഞ്ഞു കളയുക എന്നുള്ളത് എത്രയോ നീചമായ ഒരു കൃത്യമാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞതിന് ചീട്ടിടുമ്പോൾ അല്പവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഗോൽഗോഥയുടെ മേട്ടിൻപുറത്ത് നാട്ടപ്പെട്ട കുരിശിൽ കൈകാലുകൾ ആണിക്കേൽപ്പിക്കപ്പെട്ട ക്രിസ്തു അവിടെ കിടക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു സന്ദേശമുണ്ട്. പാപം നമ്മുടെ തേജസ്സിന്റെ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തി. ഏദൻ തോട്ടത്തിൽ ആദമിന്റെ വിലാപം, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാപം മനുഷ്യനെ നഗ്നനാക്കി. എന്നാൽ അവന് രക്ഷാവസ്ത്രം ഉടുപ്പിക്കുവാൻ രക്ഷാനായകൻ ഇവിടെ അല്പവസ്ത്രധാരിയായി ഗോൽഗോഥയിൽ കിടക്കുകയാ. ഇന്ന് പകൽ നമ്മുടെ കർത്താവ് നഗ്നനായതുകൊണ്ടാണ് നമ്മുടെ ആത്മീക നഗ്നതയ്ക്ക് ഒരു വസ്ത്രം മറുപുറത്ത് സംജാതമായത്. 2 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായത്തിൽ ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കാൻ നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്ന കൃപ ഓർത്തുകൊള്ളുവീൻ. രോഗികളായ നമ്മെ സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവ് അടിപ്പിണരികളേൽക്കേണ്ടി വന്നു. അവന്റെ അടിപ്പിണരികളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ധ്യാനിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. റോമൻ രീതി അനുസരിച്ച് ഒരു കുറ്റവാളിയെ അർദ്ധനഗ്നനാക്കിയല്ല, പൂർണ്ണ നഗ്നനാക്കി ക്രൂശിക്കണം. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അല്പവസ്ത്രധാരിയായി ക്രൂശിക്കണം. ഇതാണ് നിബന്ധന. ഇതിനനുസരിച്ചാണ് നമുക്കറിയാം ഇവിടെ കർത്താവിനെ എന്ത് ചെയ്തു? അല്പവസ്ത്രധാരിയായിട്ട് അവിടെ ക്രൂശിക്കുകയാണ്. ആ ഭാഗം നമുക്ക് ഹൃദ്യമായിട്ട് മനസ്സിലാക്കാം. എൻ്റെ കർത്താവ് നഗ്നനായി എന്തിന്? നമ്മെ ഉടുപ്പിക്കാൻ. എൻ്റെ കർത്താവ് ദരിദ്രനായി എന്തിന്? നമ്മെ സമ്പന്നനാക്കാൻ. എൻ്റെ കർത്താവ് അടിയേറ്റു എന്തിന്? നമ്മെ സൗഖ്യമാക്കാൻ. എൻ്റെ കർത്താവ് മുറിപ്പെട്ടു എന്തിന്? നമ്മുടെ മുറിവ് കെട്ടാൻ. ഇന്ന് പകൽ നമുക്ക് പകരമായി നാം അനുഭവിക്കേണ്ടത് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുവാൻ മനസ്സു കാണിച്ചെന്നെ സ്നേഹിച്ച പുത്രന്റെ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മുടെ തല ഇന്ന് പകൽ വണങ്ങി നിറഞ്ഞ മനസ്സോടെ നമ്മുടെ കർത്താവിനൊരു ആരാധന അർപ്പിക്കുവാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ തയ്യാറാകും? ഹല്ലേലൂയ! ഗോൽഗോഥയിൽ നമ്മുടെ കർത്താവ് വസ്ത്രാശേപിതനായ സ്ഥലമാണ്. തീർന്നില്ല, വായിച്ചു കേൾക്കാം. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 15:23. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അതെ, വായിച്ചു. കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് അവന് കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്തു. അവനോ വാങ്ങിയില്ല. ഗോൽഗോഥ നമുക്ക് തരുന്ന 2-ാമത്തെ ചിത്രം. ആ കാലത്തെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നവർക്ക്, വേദനപ്പെടുന്നവർക്ക്, മനസ്സലിവുള്ള നല്ല സ്ത്രീകൾ അവരുണ്ടാക്കുന്ന ഒരു പാനീയം കൊടുക്കുമായിരുന്നു. എന്താണ് ആ പാനീയത്തിൻ്റെ പ്രത്യേകത? അത് കുടിക്കുമ്പോൾ വേദന മറക്കാനുള്ള ഒരു വീര്യമുള്ള അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ കൂട്ടാണ് ഈ പാനീയം.
ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപേ നമുക്ക് അനസ്തേഷ്യ തരുന്നത് പോലെ നമ്മളൊന്നും എന്ത് ചെയ്യുന്നില്ല. അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു, നട്ടലിൻ്റെ ഭാഗത്തൂടെ ഒക്കെ കൈ ഓടിച്ചൊരു കുത്ത്, പിന്നെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ അറിഞ്ഞപ്പോൾ നമ്മൾ എവിടെയാണ്? റൂമിലെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നു, ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്, കയറിപ്പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. ബാക്കിയൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. ഇതുപോലെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നവരോട് മനസ്സലിവുള്ള സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു പാനീയം, അതങ്ങോട്ട് കുടിച്ചാൽ വേദന മറക്കാൻ പറ്റും. ഒരു പാതി മയക്കത്തിൽ കിടക്കും. പക്ഷേ ഇവിടെയാണ് നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കേണ്ടത്. അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ടല്ല നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നമ്മുടെ കർത്താവ് വരുത്തിയത്. കണ്ടിവണ്ണ കലക്കിയ വീഞ്ഞ് കുടിച്ചാൽ ബോധം പോകും, വേണമെങ്കിൽ അത് കുടിച്ചിട്ട് അവിടെ മയങ്ങിക്കിടന്ന് കാര്യം നടത്താം. പക്ഷേ എൻ്റെ കർത്താവ് സുബോധത്തോടെയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകലിൽ? സാക്ഷാൽ നമ്മുടെ വേദനകളെ മുഴുവൻ ചുമന്നുകൊണ്ട് കണ്ടിവണ്ണ കലക്കിയ വീഞ്ഞ് ചുണ്ടോടടിപ്പിക്കുമ്പോൾ അത് രുചിച്ചു നോക്കിയാറെ അവനോട് കുടിപ്പാൻ മനസ്സ് വന്നില്ല. കാരണം സുബോധത്തോടെ നമ്മുടെ കർത്താവ് സകല വേദനകളും തന്റെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് പാപപരിഹാരം വരുത്തിയത്. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാം. നമ്മളോടുള്ള സ്നേഹം നമ്മുടെ കർത്താവിന് എത്ര അധികമാണ്. പ്രൈസ് ദി ലോർഡ്. കാലം ഒത്തിരി പുരോഗമിച്ചപ്പോൾ ഇന്ന് ഓപ്പറേഷനിൽ കൂടിയാണ് ഡെലിവറി എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനപ്പുറത്തൊരു വേദനയില്ല. ഒരു സ്ത്രീയുടെ സമസ്ത മേഖലകളെയും ഒരുപോലെ ബാധിക്കുന്ന വേദനയാണ് പ്രസവ വേദന. കുരിശിൽ നമ്മുടെ കർത്താവ് അനുഭവിച്ചത് പ്രസവ വേദനയാണ്. ഒരു സഭ പിറക്കാൻ, ഒരു കൂട്ടം ആളുകൾ ജനിക്കാൻ നമ്മുടെ കർത്താവ് മനസ്സോടെ ആ വേദന മുഴുവൻ സഹിച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? നിർബന്ധപൂർവമായിട്ടാണ് ശീമോൻ കുരിശ് ചുമന്നത്. ഉത്തരവാദിത്തം കഴിഞ്ഞ് വീട്ടിലോട്ട് വേഗത്തിൽ പോകുന്നവനെ പടയാളികൾ പിടിച്ചു നിർത്തി. ഒരു പക്ഷേ പേടിപ്പിച്ച് കാണും, കണ്ണുരുട്ടി കാണും, ചുമക്കടായി ക്രൂശെന്ന് പറഞ്ഞു കാണാം. മക്കൾക്ക് പൊതിയുമായിട്ട് പോകുന്ന ആ മനുഷ്യന്റെ യാത്ര തടഞ്ഞിട്ട് ഈ യേശുവിൻ്റെ കുരിശിനെ ഗോൽഗോഥയുടെ മേട്ടിൻ പുറത്തെത്തിക്കുവാൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് കുരിശ് ചുമപ്പിച്ചു. നിർബന്ധിച്ച് കുരിശ് ചുമപ്പിച്ചു. പക്ഷെ നമ്മുടെ കർത്താവിനെ കുരിശ് ചുമക്കാൻ, അടിയേൽക്കാൻ, കണ്ണ് കെട്ടാൻ, മുഖത്ത് തുപ്പലേക്കാൻ ആരും കണ്ണുരുട്ടി പേടിപ്പിച്ചതല്ല. ആരുടെയും വെല്ലുവിളികളുടെ മുൻപിൽ എൻ്റെ കർത്താവ് പതുങ്ങിപ്പോയതല്ല. മനസ്സോടെ നമ്മുടെ കർത്താവ് ഇതെല്ലാം സഹിച്ചു. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, മനസ്സോടെ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, നിനക്കീ വേദന വരുത്തി വച്ചാതെ നീചന്യാനയ്യോ, നിനക്കീ വേദന വരുത്തി വച്ചാതെ നീചന്യാനയ്യോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, ഓ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാത, നിനക്കീ വേദന വരുത്തി വച്ചാതെ നീചന്യാനയ്യോ, നിനക്കീ വേദന വരുത്തി വച്ചാതെ നീചന്യാനയ്യോ. ഈ ഗാനത്തിന്റെ വരികൾ പാടുമ്പോൾ നമ്മുടെ കർത്താവ് മനസ്സോടെയാണ് ശാപമരത്തിൽ തൂങ്ങിയത്.
പാട്ടുകാരൻ പാടുകയാണ്, നിനക്ക് ഈ വേദന വരുത്തി വെച്ചത് നീചനായ ഞാൻ തന്നെയാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. ആ രക്ഷണ്യ പ്രവൃത്തിയുടെ ഭാഗമായി വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഇനി ഒരിക്കലും ആ കർത്താവിൻ്റെ മുറിപ്പാടുകളെ വ്രണപ്പെടുത്തുന്നവരാകരുത്. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഈ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്ക്. ഒരിക്കൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഇനി എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, ഇനി എൻ്റെ ഒരു വാക്കുകൊണ്ട്, ഇനി എൻ്റെ ഒരു ചെയ്തി കൊണ്ട്, ഇനി എൻ്റെ ഇടപാട് കൊണ്ട് എൻ്റെ കർത്താവ് വീണ്ടും ക്രൂശിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തുകയില്ല എന്നൊരു തുറന്ന സമർപ്പണം കൂടി ഇന്ന് പകലിൽ ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മിൽ സന്തോഷിക്കട്ടെ. ആഴമുള്ള ഒരു സമർപ്പണം കൂടി ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ നടക്കട്ടെ. ഗോൽഗോദയിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശു വസ്ത്രാശേപിതനായ സ്ഥലമാണ് ഗോൽഗോദ. 2, യേശു സുബോധത്തോടുകൂടി വേദന അനുഭവിച്ച സ്ഥലമാണ് ഗോൽഗോദ. തീർന്നില്ല, വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 41-42 വാക്യങ്ങൾ. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാമോ പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവമഹത്വം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ് ഗോൽഗോദ. ഒന്നുകൂടി പറയാം. വസ്ത്രാക്ഷേപം കൊണ്ട് നിന്ദയുണ്ടായിട്ടുണ്ട്, ആക്ഷേപമുണ്ടായിട്ടുണ്ട്, അതൊരു ഭാഗമാണ്. പക്ഷേ കുരിശിൽ കിടന്ന ഒരു കള്ളൻ, ഏതു വശമാണെന്ന് നമുക്കറിയത്തില്ല, അതിലെ ഒരു കള്ളൻ പറയുന്നു, നാമോ ഇനി അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്, പക്ഷെ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവിടെ എന്താണ് ദൈവമഹത്വം? താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ കള്ളൻ പുത്രൻ തമ്പുരാനോടൊരു പ്രാർത്ഥന അവിടെ വെച്ച് നടത്തുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്ത് ചെയ്യണം? എന്നെ കൂടി ഓർക്കണമേ. ആ ഒരു വാചകത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? 1, യേശു കുറ്റമില്ലാത്തവനാണെന്ന് ഈ കള്ളൻ പ്രഖ്യാപിക്കുകയാണ്. യേശുവിനെ കുറ്റം ആരോപിച്ച് ഇവൻ നമ്മുടെ ജാതിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു, ഇവൻ രാജാവാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വെച്ചുകെട്ടൽ നടത്തി യേശുവിനെ അടിച്ച് മുറിവേൽപ്പിച്ച് ചെയ്യാവുന്ന ശോഭകേടുകൾ മുഴുവൻ ചെയ്ത് ഗോൽഗോദയിൽ കുരിശിൽ തൂക്കി നിർത്തുമ്പോൾ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ പറയുന്നു, നാം ഒക്കെ അനുഭവിക്കുന്നത് ന്യായമായതാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ ദുഷ്പ്രവർത്തിക്കാരനാണെങ്കിലും നമുക്ക് കിട്ടാത്ത ഒരു വെളിപ്പാട് ഈ ദുഷ്പ്രവർത്തിക്കാരന് കിട്ടി. നമ്മൾ അനുഭവിക്കുന്നതൊക്കെ നാം ചെയ്തതിൻ്റെ ചെയ്ത്തുദോഷമാണ്, പക്ഷേ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അതുവരെ ആർക്കും ബോധ്യമാകാത്ത വലിയ ഒരു സത്യം കുരിശിൽ കിടക്കുന്ന കള്ളന് ബോധ്യപ്പെട്ടു. ഇവൻ ആരാണ്? കുറ്റമില്ലാത്തവനാണ്. ഹല്ലേലൂയ. യൂദയ്ക്കും അവസാനം അത് തോന്നി, പക്ഷെ ആ തോന്നല് അവൻ ഒരു നിലയിലും ഒരു അനുഗ്രഹമായില്ല. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് വാങ്ങിച്ച ആ തുക ശ്രീഭണ്ഡാരത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ എന്തു ചെയ്തു? പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. വാങ്ങിച്ച പണം അവന് ഒരിക്കലും ഒരു ഗുണകരമായില്ല. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അനധികൃതമായി നമ്മുടെ കയ്യിൽ വരുന്നതൊന്നും നമുക്ക് ആത്യന്തികമായി ഗുണകരമാകത്തില്ല. അർഹതപ്പെടാത്തതൊന്നും നമുക്ക് ഗുണകരമാകത്തില്ല. ആവശ്യമില്ലാതെ നമ്മുടെ കയ്യിൽ കയറി ഇറങ്ങുന്ന പണം നമുക്ക് ഗുണകരമാകത്തില്ല. അതുകൊണ്ട് കയ്യിൽ കയറുന്ന പണം സംശുദ്ധമാകട്ടെ, നന്മയുടേതാകട്ടെ, നല്ലതായിരിക്കട്ടെ. തിന്മയുടേതോ ഒറ്റിക്കൊടുക്കപ്പെടലിൻ്റെതയോ വേറൊരുവന് തകർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വഴിവെച്ചിട്ട് കിട്ടുന്നതൊന്നും കയ്യിൽ വരരുത്. ആത്യന്തികമായി അത് നമുക്ക് ഗുണകരമാകത്തില്ല. അനുവദിച്ചു നൽകുന്നത് മാത്രം ഈ കരം കൊണ്ട് ഏറ്റുവാങ്ങാൻ നമുക്കൊരുമിച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒറ്റിക്കൊടുത്തിട്ട് കിട്ടിയ ആ തുക കൊണ്ട് ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ നല്ല ഒരു കയറ് പോലും വാങ്ങിക്കാൻ അവന് തോന്നിയില്ല. ഹല്ലേലൂയ.
അവൻ അവിടെ കെട്ടിത്തൂങ്ങിയിട്ട് ആ കയറെന്ത് ചെയ്തു? അറ്റുപോയി. പ്രിയപ്പെട്ടവരെ, അനധികൃതമായി വാങ്ങിക്കൂട്ടിയതൊന്നും അവന് ഉതകിയില്ല. ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇതിനിടയിൽ അങ്ങനെ കൂടി ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്തുണ്ടാകട്ടെ. അപ്പോ യൂദയ്ക്കും ഈ വെളിപ്പാട് കിട്ടി, പക്ഷെ അത് ഏറെ വൈകിപ്പോയി. എന്നാൽ കുരിശിൽ കിടന്ന കള്ളൻ പറയുന്നു, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ഒന്നാമത്തെ കാര്യം, യേശു ആരാണ്? കുറ്റമില്ലാത്തവനാണ്. 2, ഈ കിടക്കുന്നത് ആരാ? രാജാവാണ്. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഇന്ന് നിന്റെ തലയിൽ എനിക്ക് മുൾക്കിരീടമാണ് കാണാൻ പറ്റുന്നത്, പക്ഷേ നിന്റെ തലയിൽ പൊൻകിരീടം ഇരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. എന്നാ വെളിപ്പാടാ? മഹത്വമുള്ള ഒരു വെളിപ്പാട്. കുരിശിൽ കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരൻ പറയുന്നു, ഇവനിൽ ഒരു രാജാവുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? എന്നെ കൂടി ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നീ ഈ ക്രൂശിൽ മരിക്കും, നീ അടക്കപ്പെടും, നീ ഉയർത്തെഴുന്നേൽക്കും, നീ രാജത്വം പ്രാപിക്കും. എന്താ വെളിപ്പാടല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ കുരിശ് കൊണ്ട് നീ തീരത്തില്ല, എനിക്കറിയാം. ഇവിടെ നീ മരിക്കും, ഇവിടെ നിന്നെ അടക്കും, പക്ഷെ നീ പുനരുത്ഥാനം ചെയ്യും, നീ രാജാവായിട്ട് മടങ്ങി വരും. ഒരർത്ഥത്തിൽ കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശു ഉയർക്കുമെന്ന് എന്തില്ലായിരുന്നു? വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയുന്നു, നീ ഉയർത്തെഴുന്നേൽക്കും, നീ പുനരുത്ഥാനം പ്രാപിക്കും. താഴേക്ക് വായിച്ചു വരുമ്പോൾ യേശു മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ എന്നെ കൂടി എന്ത് ചെയ്യണം? ഓർക്കണമേ. അപ്പൊ ദൈവമഹത്വം വെളിപ്പെട്ട ഒരു സ്ഥലമാണ് ഗോൽഗോഥ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ഒരൊറ്റ ഏറ്റുപറച്ചിലാണ് ആ പാപിയെ അന്ന് പറുദീസയിലെത്തിച്ചത്. ചില തിരിച്ചറിവുകൾ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് സംഭവിക്കും. ദൈവം നമ്മുടെ അകത്ത് ഇടപെടുന്ന ചില ഇടപെടലുകൾ, ഹല്ലേലൂയ, അവൻ രക്ഷിക്കപ്പെട്ടതാണോ, അവൻ സ്നാനപ്പെട്ടതാണോ, അവൻ ആത്മസ്നാനം പ്രാപിച്ചതാണോ, അതൊന്നും അവിടെ ഒരു മാനദണ്ഡമല്ല. ഒരൊറ്റ ഏറ്റുപറച്ചിൽ, ഒരൊറ്റ തിരിച്ചറിവ് അവന്റെ ലൈഫിനൊരു ഭയങ്കര ട്വിസ്റ്റ് നൽകി. യേശു പറഞ്ഞു, ഞാൻ രാജത്വം പ്രാപിച്ചു വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ചില വെളിപ്പാടുകൾ നമുക്ക് മഹത്തരമായ ചില വാതായനങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഇന്ന് പകൽ ഒരു മഹത്വം കൊടുക്കാം. ഗോൽഗോഥയിൽ വെളിപ്പെട്ട ദൈവമഹത്വവും പാപിയെ പറുദീസയിലോട്ട് എത്തിച്ച ദൈവത്തിന്റെ ശ്രേഷ്ഠതയും നമുക്ക് അവിടെ കാണാം. നിന്നും